കേശുവേ എന്താ അച്ഛാ? ഞാൻ കേശുവിനെ വിളിച്ചത് നിന്നല്ലേ? കേശുവാണ് പഠിച്ചോണ്ടിരിക്കും. ആണാ? എന്ന് ഇപ്പിക്കോ. കേശുവേ കേശു എന്താ? അതാണ് കേശു വന്നല്ലേ? ഞാൻ തന്നെയാണ് കേശു. അച്ഛനിപ്പോ കേശുവിനെ തന്നെ വിളിക്കണേ. അടുക്കളയിൽ ഞങ്ങൾ എന്താ സംസാരിച്ചതെന്ന് വെച്ചാൽ അത് അറിയണം. അത്രയല്ലേ ഉള്ളൂ. ഞങ്ങൾ സംസാരിച്ചതേ കുഴിപ്പടത്തെ വിശേഷം തന്നെയാ. അതെനിക്ക് മനസ്സിലായി. ബാക്കി എന്താണ് സംഭവിച്ചത് അത് പറയണം. നമുക്കൊക്കെ അറിയാലോ ഇങ്ങനത്തെ കാര്യങ്ങൾ അച്ഛൻ അറിഞ്ഞില്ലെങ്കിൽ ഭയങ്കര ഒപ്രാളമാണ്. മക്കള് പറ. അച്ഛൻ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പറ. അച്ഛാ ഞാൻ പറയാ. നീ പറയണ്ടാ. ചോദിച്ചോ പറഞ്ഞില്ലല്ലേ? നീ അടക്കള ചുരുട്ടി കളിച്ചാൽ ഞാൻ കണ്ടറാ. ഇത്ര നാൾ നീ ലാളിച്ചില്ലേ? നീ കണക്കിന് തിരിച്ച് തരണുണ്ട്. അച്ഛാ അച്ഛാ പറ. കാര്യങ്ങൾ അറിയാൻ വെമ്പൽ കൊണ്ട് നിൽക്കുകയാണല്ലേ മിസ്റ്റർ ബാലേന്ദ്രൻ തമ്പി? എന്തറിഞ്ഞാലും ബാലേന്ദ്രൻ തമ്പി കുലുങ്ങൂല. കുറച്ച് നേരത്തെ ഞാൻ ഒരു തീരുമാനം എടുത്ത് ഇനി മക്കളുടെ കാര്യത്തിൽ ഞാൻ ഇടപെടില്ല. വളരെ നല്ലത്. എടി ഇടപെട്ടിട്ട് കാര്യമില്ലടി. ഇത്രയും കാലമായിട്ട് നീ ഇടപെട്ട് ഇതിനൊക്കെ വഷളാക്കിയില്ലേടി. ഇനി ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ പോലും ഇനി ഒന്നും രക്ഷപ്പെടുത്താൻ പറ്റില്ല. ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. അവരിങ്ങനെ വഷളായി തൊലഞ്ഞൂടെ നിന്നോട്ടെ. എനിക്കൊരു കുഴപ്പമില്ല. അല്ലേ? നീ കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. ആർക്കും കുഴപ്പമില്ല. ഞാൻ കുഴിപ്പള്ളത്തോട്ടൊന്ന് വിളിക്കണുണ്ട്. ഇത് ഞാൻ വിശേഷങ്ങൾ ചോദിക്കും. എന്തായാലും ജനാർദ്ദനും ചേച്ചിയുടെ വിശേഷങ്ങളൊക്കെ പറയും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടെ ചോദിക്കും, ലച്ചു എന്തിനാണ് ഇവിടെ വന്ന് നിങ്ങളെ വഴക്ക് പറഞ്ഞത്? അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ലച്ചുവിനെ വഴക്ക് പറഞ്ഞോ? എന്താണ് കാര്യം വ്യക്തമായി പറയാൻ പറയും. അപ്പോഴാണ് കളി. ബാലു, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? ബാലു, ആവശ്യമില്ലാത്ത പണിയൊന്നും ഉണ്ടാക്കല്ലേ കേട്ടാ. ഞാൻ അങ്ങനെ പറയും. അച്ഛാ വെറുതെ ഇരിക്കട്ടെ അച്ഛാ. അവരെന്നെ ഒരാവശ്യം പറഞ്ഞിട്ടില്ല. ഞാൻ എന്ത് സംസാരിക്കണം ഇങ്ങനെ സംസാരിക്കൂ. കാരണം സംസാരിക്കുന്നത് പഞ്ചോടെ സംസാരിക്കും. എന്നാലേ കാര്യങ്ങളൊക്കെ നല്ല ഇമ്പത്തോടെ മനസ്സിലാക്കാൻ പറ്റും. എന്റെ പൊന്നച്ഛാ ദയവ് ചെയ്ത് വിളിക്കല്ലേ. ഒന്നാമത് ഞാനും അവിടുത്തെ അമ്മയും ഓരോന്നൊക്കെ പറഞ്ഞു ചെറിയൊരു ഉരസലൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തൊരസല്? അവിടുത്തെ അമ്മ പറഞ്ഞു ചേട്ടന്റെ കല്യാണക്കാര്യത്തിന് നമുക്കൊരു ഉത്തരവാദിത്വം ഇല്ലെന്ന്. എങ്ങനെ ഇങ്ങനെ കുട്ടമ്പള നമ്മളെ നാട്ടുകാരും വീട്ടുകാരും പറഞ്ഞു തുടങ്ങിയാ? നീ കേട്ടാ? എടുത്ത് കൊഞ്ച് ലാളിച്ചോ? എടുത്തോ ഒക്കെ നീ വച്ചോ. നീ വച്ചോ? വാടാ വാ, ഒക്കത്തേറിയിരിക്കടാ. ഇങ്ങനെ വായടങ്ങിയിരിക്കൂല. നീ ജനിച്ചപ്പോ തുടങ്ങിയതാ ഇങ്ങനെ എനിക്ക് സ്വസ്ഥത തരാത്തത്. എന്തിനാണ് ഇങ്ങനെ വായ പൊളിച്ചിട്ട് ഇറങ്ങി പോടാ എങ്ങോട്ടെങ്കിലും. പോയി പെണ്ണാ. അച്ഛാ മാനസിക നില തെറ്റിയെന്ന് തോന്നുന്നു കേട്ടോ. ഇനിയിപ്പോ എങ്ങനെ പെണ്ണിട്ടിക്കും? മുഴുവട്ടനാനും പെണ്ണിടിക്കാൻ. അപ്പൊ വട്ടനാരാന്ന് മനസ്സിലാവുന്നുണ്ട്. എനിക്ക് വട്ട് മുഴുവട്ട്. എനിക്കാണ് വട്ട്. അത് പഴയ പണ്ടേ ഉണ്ടല്ലോ, പുതിയ സംഭവം ഒന്നുമല്ലല്ലോ. ഈ വട്ടനോടെ ജീവിക്കണ എന്നെ വേണം തല്ലേ. അത് ഞാൻ കറക്റ്റ് കേട്ടാ. അത് ഞാൻ കറക്റ്റ് കേട്ടു. നിനക്കൊന്ന് പറയാനേ? ഞാൻ പറഞ്ഞ അച്ഛല്ലേ ചെങ്ങനച്ച പറയണേ. വട്ടെന്ന് പറയാ. ജോലി എന്തെങ്കിലും ഉണ്ടോ അമ്മ? നീ വന്നത് എനിക്ക് ജോലിയായി. എന്താമേത് അമ്മ അച്ഛനെ പോലെ തുടങ്ങിയേക്കുവാണോ? അത് കഴിഞ്ഞില്ലേ, വിട്. ഈ കുഴിപ്പള്ളത്തമ്മ ഇവിടുത്തെ കല്യാണത്തിന്റെ കാര്യം എന്താ ചോദിച്ചത്? അത് എൻ്റെ അടുത്ത് പറഞ്ഞു നമ്മുടെ അനാസ്ഥ കാരണമാണ് ചേട്ടന്റെ കല്യാണം നടക്കാത്തേന്ന് പറഞ്ഞു. അപ്പൊ അത് കേട്ടപ്പോ ഞാൻ ഒന്നും മിണ്ടിയില്ല. അത് കഴിഞ്ഞപ്പോ പറഞ്ഞ് വീട്ടിലെ ആൺകുട്ടികൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ വരുമാനം നിൽക്കും എന്ന് പറഞ്ഞു. ഞാൻ അത് ലൈക് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞില്ല, അഡ്ജസ്റ്റ് ചെയ്താണ് അവിടുത്തെ അമ്മ പറഞ്ഞത്. അപ്പൊ നീ എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞു ചേട്ടന്റെ ശമ്പളം കൊണ്ടോ ചേട്ടന്റെ ചെലവിലല്ല നമ്മൾ ജീവിക്കണേന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു നാട്ടുകാർ അങ്ങനെ പറയത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നാട്ടുകാരല്ല നമുക്ക് ചെലവിന് തന്നെ എന്ന് പറഞ്ഞു. പിന്നെ ഓരോന്നൊക്കെ പറഞ്ഞപ്പോ ഞാനും ഓരോന്നൊക്കെ പറഞ്ഞു. പിന്നെ എന്തൊക്കെയാ ദൂരെ കൂടെ ഒക്കെ പറഞ്ഞു. നിനക്ക് എന്തോന്ന് ലച്ചു? അവരങ്ങനെയൊന്നും പറയുന്നതല്ലല്ല. അഥവാ അവരങ്ങനെയൊക്കെ പറഞ്ഞാൽ തന്നെ തിരിച്ച് മറുപടി പറയേണ്ട ആവശ്യം വല്ലതും ഉണ്ടായിരുന്നോ? എന്റെ അമ്മ ചെറിയൊരു തട്ട് ഇങ്ങോട്ട് തന്നു കഴിഞ്ഞാൽ ചെറിയൊരു കൊട്ട അങ്ങോട്ട് കൊടുക്കും. അല്ലെങ്കിലേ കുറച്ച് കഴിയുമ്പോ ഈ കുറ്റപ്പെടുത്തൽ അങ്ങ് കൂടും. എന്തിനാണ് എന്റെ വിഷയം എടുത്തിടാൻ പോയത്? കഥാനായകൻ എത്തിയല്ലോ. എന്റെ ചേട്ടൻ വിഷയം എടുത്തിട്ടതല്ല. അന്ന് അച്ഛൻ ചേട്ടന് കല്യാണാലോചന കൊണ്ട് വന്നില്ലേ? അപ്പൊ അമ്മ ഫോൺ ചെയ്തപ്പോ ഞാൻ ചെറുതായിട്ട് കാര്യം പറഞ്ഞു കൊടുത്ത്. അതിന് ദിവസം കോൾ ചെയ്യുമല്ലോ. അപ്പൊ ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തപ്പോ കഥയാക്കി അങ്ങ് പറഞ്ഞു കൊടുത്ത്. അല്ലെങ്കിൽ നിനക്ക് ഇത്ര കഥ പറച്ചില് കൂടുതലാടി. കഥ പറച്ചില് കൂടുതലാണെന്ന്. ഇയാളോട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? എന്തിനുള്ള പുറപ്പാടാ? സന്യസിക്കാൻ പോവാണ്? ഒരു പെണ്ണൊക്കെ കെട്ടിക്കൂടെ? വെറുതെ കുടുംബത്തെ പിന്നെ കുടുംബത്തെ പറയിപ്പിക്കണം. ഒരു മനുഷ്യന് ഭയങ്കര ആവശ്യമല്ലേ കല്യാണം കഴിക്കല്ലേ മെയിൻ ആവശ്യം? അതല്ല ആവശ്യം. ഇതേപോലെ മുടി വളർത്തിങ്ങനെ നടക്കണം, അതാണ് ആവശ്യം. നീ എന്താണ് എന്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കണേ? ഇത് ഒരുപാട് നാക്കി നീട്ടിക്കൊണ്ടല്ലോ മുറിച്ചെടുക്കുക. കല്യാണം നടക്കണ്ടേ? ഇതങ്ങനെ നടക്കട്ടെ. എന്താണ് നീ കുറെ നേരമല്ലോ ഇത് കല്യാണത്തല്ല. അടി തുടങ്ങിയ നീ മാറിയില്ലേ? ചേട്ടനും അറിയത്തോട് അടി കൊടുത്തു. ആര് ജയിക്കുന്ന അറിയാല്ലേ? അച്ഛാ എരിയേറ്റാണല്ലേ? അച്ഛനാണ് എരിയേറ്റാണ്. ഇവിടെ എരിയേറിക്കണ ചേച്ചിക്കല്ലേ?
അവിടെ കുഴപ്പമുള്ള അടി ഉണ്ടാക്കി ഇവിടെ വന്ന് തീർക്കണ്. എന്താണ് കുഴപ്പമുള്ള അടി ഉണ്ടാക്കി ഇവിടെ വന്ന് തീർക്കണം. നീ ഇറങ്ങി പോയടാ കൊച്ചിറക്ക. കൊച്ചിറക്കണേ? ആരാ കൊച്ചിറക്കൻ? ആര് കൊച്ചിറക്കൻ? അച്ഛാ നീലേ ഇതിന് തുടക്കം മാത്രം. ഓരോരോ കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യണം, ഇല്ലെങ്കിൽ പ്രശ്നമാവും. അത് തന്നെ. ചേട്ടൻ കല്യാണം കഴിക്കുവാണെങ്കിൽ ഒരു ആളും കൂടെ നമ്മുടെ കുടുംബത്തിൽ വരൂലായിരുന്നോ? എൻ്റെ മക്കളെ മുടിയാ, ഇനിയെങ്കിലും ഒരു തീരുമാനം ഇറ. എടാ അമ്മേനെ മനസ്സമാധാനം വേണമെങ്കിൽ നീ കല്യാണം കഴിയണം, കെട്ടറാ. വിഷ്ണുവേ, നീ അമ്മയ്ക്ക് വേണ്ടി, അമ്മയുടെ മനസ്സമാധാനത്തിന് വേണ്ടി ഒന്ന് കല്യാണം കഴിക്കുക. എന്തൊരു കഷ്ടമാണ്. ഈ ഇമോഷണൽ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് കഴിപ്പിക്കേണ്ട സാധനമല്ല കല്യാണം. ഇമോഷണൽ ബ്ലാക്ക് മെയിൽ ചെയ്ത് കഴിപ്പേണ്ട കാര്യമല്ല കല്യാണം. പറഞ്ഞു കറിയേക്കേണ്ട കാര്യമല്ല കല്യാണം. കരഞ്ഞു കറിയേക്കേണ്ട കാര്യമല്ല കല്യാണം. പിന്നെ എങ്ങനെ കറിയേക്കേണ്ട കാര്യമാണ് കല്യാണം? പറ, എങ്ങനെ നടത്തുന്ന കാര്യമല്ല. അച്ഛാ ലച്ചേ, നീ കയറി തിരിഞ്ഞു നിൽക്കല്ലേ? എന്റെ ഭർത്താവിന്റെ വീട്ടുകാർ കിടന്ന് പ്രഷറൈസ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്തൊരു കല്യാണം കഴിക്കണം? കല്യാണം കഴിക്കണ്ട, ഇങ്ങനെ തന്നെ നിന്നോ. അമ്മ പോടെ. ഇവിടെ ഒരുത്തം വീണ് പിന്നെ ഭിത്തി വന്ന് ഇടിച്ചിട്ട് നിൽക്കണ്. എന്നിട്ട് പോലും ഇത് ശ്രദ്ധിക്കാൻ ഇവിടെ ആർക്കും സമയമില്ല. ഇറങ്ങി പടർക്ക പടേ